welcome or welcome back to my channel. നിങ്ങൾ എൻ്റെ ഫേസ് ആദ്യമായിട്ടാ കാണുന്ന ഈ ചാനൽ ആദ്യമായിട്ടാ വരുന്നെങ്കിൽ please take a moment and please do subscribe to this channel and അടുത്തുള്ള bell icon click ചെയ്യാൻ മറക്കരുത്. So whenever I upload a video you get notified. So ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. I'm going to try some of my high-end makeup. So high-end makeup in the sense എൻ്റെ കയ്യിൽ കുറച്ച് ഹൈ എൻഡ് മേക്കപ്പ് സാമ്പിൾസും പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു മിനീസ് ഒക്കെ ഉണ്ട് ഹൈ എൻഡ്. എൻ്റെ ഫുൾ സൈസ് പ്രോഡക്ട്സ് അങ്ങനെ ഒന്നുമില്ല. അപ്പം ഇതുവരെ ഞാൻ എൻ്റെ ചാനലിൽ ട്രൈ ചെയ്യാത്തത് എൻ്റെ കയ്യിൽ കുറച്ച് സാമ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പം ഫുൾ ഫേസ് ഓഫ് ഹൈ എൻഡ് മേക്കപ്പ് ലുക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ യാ, without any further delay, let's jump right into the video. Crying so much to the poltergeist. Hold on to love, but it's frosting nice time. Much but a light from a falling sky. So ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തു, അല്ലാതെ ഞാൻ പ്രെപ്പും ഒന്നും ചെയ്തിട്ടില്ല. സോ എൻ്റെ കയ്യിൽ കുറച്ച് സ്കിൻ പ്രെപ്പിനും സാധനങ്ങളുണ്ട്, മേക്കപ്പിനും സാധനങ്ങളുണ്ട്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് എല്ലാ കാറ്റഗറിയിലും എനിക്ക് അറ്റ്ലീസ്റ്റ് 1 ഹൈ എൻഡ് അതുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് സ്കിൻ പ്രെപ്പാണ്. അപ്പോൾ സ്കിൻ പ്രെപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഫസ്റ്റ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. സോ മോയ്സ്ചറൈസറിന് എൻ്റെ കയ്യിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഈ ഒരു കുഞ്ഞ് കൈലി സ്കിൻ്റെ ട്യൂബും പിന്നെ ഈ ഒറിജിൻസിൻ്റെ. ഇത് രണ്ടും മേക്കപ്പ് സാമ്പിൾസ് ആണ്, മേക്കപ്പ് പ്രോഡക്ട്സ്. ഇത് സെഫോറയിൽ നിന്ന് ഞാൻ എന്തൊക്കെയോ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് സാമ്പിൾ കിട്ടിയതാ. ഇത് നംഷി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അതിൽ നിന്ന് ഞാൻ കൈലിയുടെ ബ്ലഷ് വാങ്ങിച്ചപ്പം എനിക്ക് ഇതും കൈലിയുടെ ഒരു കുഞ്ഞ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ക്യാപ്സ്യൂളും കിട്ടി. അത് നമുക്ക് ഈ വീഡിയോ തന്നെ ട്രൈ ചെയ്യാം. സോ എന്തായാലും ഇത് രണ്ടും ഉണ്ട്. നമുക്കപ്പോൾ ഇത് തന്നെ ട്രൈ ചെയ്യാം, കൈലി സ്കിൻ്റെ. ഇത് ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ ഇത് യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോക്ക് വേണ്ടി ഞാൻ ഇന്ന് ഇതേ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ പാക്കേജിങ് കണ്ടറിയാം, എന്ത് ക്യൂട്ട് അല്ലേ, കുഞ്ഞൊരു പിങ്ക് പാക്കേജ്. നമുക്കപ്പോൾ ഈ മോയ്സ്ചറൈസർ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു കൈലിയുടെ എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സ് മേക്കപ്പ് റിലേറ്റഡ് തന്നെ, ലൈക്ക് ഒരു പ്രൈമർ പോലെ യൂസ് ചെയ്യാനൊക്കെ കൊള്ളുള്ളൂ. ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ വലിയ ഇത് കാണത്തില്ലായിരിക്കും, കാരണം ഇതിനകത്ത് വേറെ വലിയ സ്കിൻ കെയർ ബെനഫിറ്റ്സ് ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് നോർമൽ ഫേസ് മോയ്സ്ചറൈസർ, വേറെ ഇൻട്രസ്റ്റിംഗ് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. സോ ജസ്റ്റ് ഒരു മേക്കപ്പ് ബേസിനൊക്കെ പറ്റിയ ടൈപ്പ് ഒരു മോയ്സ്ചറൈസർ ആണ് ഇത്. കുറച്ച് റിച്ച് മോയ്സ്ചറൈസറിൻ്റെ ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ ഡ്രൈ സ്കിൻകാർക്കൊക്കെ ഇത് മേക്കപ്പ് ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. ഇത് ഫീൽസ് ലൈക്ക് എൻ്റെ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ ആ ഒരു ഫീലേ ഉള്ളൂ. പക്ഷെ കുറച്ചും കൂടി ഒരു സ്ലൈമി, കുറച്ചൊരു എന്തോ ഒരു നല്ലൊരു കൺസിസ്റ്റൻസി. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ആ ഒരു ട്യൂബ് ഫുൾ തന്നെ വേണമെന്ന് തോന്നുന്നു. കുറച്ചെടുത്തിട്ട് കാര്യമില്ല, കാരണം ഒരു ചെറിയ ഗ്ലോ വന്നതുണ്ട് ഫേസിൽ. നമ്മുടെ അല്ലാതെ നോർമൽ മോയ്സ്ചറൈസേഴ്സ് പോലെ തന്നെ ഉള്ളൂ. പിന്നെ മേക്കപ്പ് ഒക്കെ കുറച്ച് ഫ്ലോലെസ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ, മേക്കപ്പ് അല്ലെങ്കിൽ സ്കിൻ കെയർ ഐറ്റംസിലൊക്കെ നല്ലപോലെ സ്പ്ലോജ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഇത് വാങ്ങാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാധാ ഡോട്ട് ആൻഡ് കീ, സെറ്റഫിൽ അതിൻ്റെയൊക്കെ മോയ്സ്ചറൈസർ, പിന്നെ സിമ്പിളിൻ്റെ ഒക്കെ നിങ്ങൾക്ക് മേക്കപ്പ് ബേസിൽ യൂസ് ചെയ്യാം. ബട്ട് നമ്മുടെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് നമ്മളിത് യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം നല്ലൊരു ഗ്ലോ വന്നു ഇത് യൂസ് ചെയ്തിട്ട്. ഇവിടെയൊക്കെ നല്ല ഷൈനി ലുക്കായി. കുറച്ച് തിക്കാണ്, അപ്പൊ ഡ്രൈ സ്കിൻകാർക്ക് ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. സോ സെക്കൻഡ് നമ്മൾ ഓയിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ പ്രൈമർ ഉണ്ട്, പ്രൈമിങ് ഓയിൽ ഉണ്ട്, പ്രൈമിങ് വാട്ടർ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. സോ എൻ്റെ കയ്യിൽ ഫിക്സ് പ്ലസിൻ്റെ കുഞ്ഞു ബോട്ടിലുണ്ട്. ഇതെൻ്റെ ഫിക്സ് പ്ലസിൻ്റെ മിനി സൈസ് ബോട്ടിൽ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ കിട്ടിയതാണ്, ഫ്രീ സാമ്പിൾ. പക്ഷെ ഭയങ്കര ക്യൂട്ട് പാക്കേജിങ്. ആൻഡ് ഇത് ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ് കേട്ടോ, വീണാലൊക്കെ പൊട്ടിപ്പോവും. ഭയങ്കര ക്യൂട്ട് കണ്ടോ, നല്ല സ്റ്റഡി, നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിൽ തന്നെ. സെക്കൻഡ് എൻ്റെ കയ്യിൽ സ്മാഷ് ബോക്സിൻ്റെ ഈ ഒരു
പ്രൈമർ ഉണ്ട്, അവരുടെ വൈറൽ ഫോട്ടോ ഫിനിഷ് പ്രൈമർ. ആൻഡ് തേർഡ് ടാർട്ട് സ്കിൻ കെയർ. ടാർട്ടിന്റെ അവരുടെ മറക്കുജ ഓയിൽ. ഞാൻ കറക്റ്റായിട്ട് സ്പെല് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു, എനിക്കറിയത്തില്ല. MARCUJ എഴുതിയിരിക്കുന്നത്, അപ്പൊ മറക്കുജ തന്നെ ആയിരിക്കും, മറക്കുജ പണീനി. സോ ബോട്ടിൽ ഇതൊക്കെ പൊട്ടിച്ച് പിന്നെ അവിടെ ഇവിടെ ചീത്തയിപ്പം. ഇതൊക്കെ അപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ഇവന്റ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. സോ ഫോർ ഇതിനകത്തൊന്നും ഇല്ലേ, എല്ലാം ഡ്രൈ ആയി പോയത് തോന്നിട്ടോ. ഒരു കാര്യം ചെയ്യാം, ഇത് തന്നെ ട്രൈ ചെയ്യാം. It was at this moment that he knew he fucked up. പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. ശേ, നമുക്ക് ഓയിൽ തന്നെ അപ്ലൈ ചെയ്യാം. ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എത്ര പ്രെപ്പ് ചെയ്യുന്നു അത്ര തന്നെ സ്കിൻ വലിച്ചെടുക്കും. സോ കുഴപ്പമില്ല. ഇതൊക്കെ എന്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. ഇത് ഞാൻ എവിടെയെങ്കിലും ചാരിക്കിട്ട് എനിക്ക് ഒരു പ്രാവശ്യം കൂടി ഉപയോഗിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഇതിനകത്ത്. സ്കിൻ പ്രെപ്പ് കൂടിപ്പോയാലും പ്രശ്നമാണ്. നിങ്ങളുടെ ഫൗണ്ടേഷനൊക്കെ ഭയങ്കര സ്ലിപ്പായിട്ട് ഒരു 2 ഡ്രോപ്പ് മതിയായിരുന്നു കേട്ടോ. ഞാനിത് കുറേ ക്വാണ്ടിറ്റി അതിനകത്ത് ഞാൻ പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒന്നും ഉണ്ടെന്ന് തോന്നിയില്ല. അപ്പോൾ ഞാൻ കുറേ എടുത്തു, ഇത്രേ വേണ്ടായിരുന്നു. നൈക്ക ഓയിലിൻ്റെ ഒക്കെ ആ ഒരു ഫീൽ തന്നെയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ്, ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ഒരു സ്കിൻ പ്രൈമിങ് ഓയിലൊക്കെ വേണമെങ്കിൽ നൈക്കയുടെ യൂസ് ചെയ്യാൻ. അതിനകത്ത് ഏത് മേക്കപ്പ്, സിമ്പിൾ മേക്കപ്പ്, എന്ത് മേക്കപ്പ് ചെയ്താലും ഞാൻ അതെൻ്റെ പ്രൈമറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ്. അപ്പം ഫൗണ്ടേഷനൊക്കെ ഭയങ്കര ഫ്ലോലെസ് ആയിട്ട് ഇരിക്കണമെങ്കിൽ എനിക്ക് എന്തായാലും ഒരു പ്രൈമർ, ഒരു ഓയിൽ വേണം. സോ ഞാൻ നൈക്കയുടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് എൻ്റെ പഴയ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര കൂടിപ്പോയി, ഭയങ്കര ഓയിലിയായി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ബേസ് പ്രോഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ഇത് ഓക്കെ ആവുമെന്ന് തോന്നുന്നു. സോ സ്കിൻ പ്രെപ്പ് ഇത്രേ ഉള്ളൂ. മൈ സ്കിൻ ഈസ് ഗ്ലോയിങ്. ഇനി നെക്സ്റ്റ് നമുക്ക് ബേസ് പ്രോഡക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് കുറച്ച് ഡിസ്കളറേഷൻസ് ഉണ്ട്. എൻ്റെ ഡാർക്ക് സർക്കിളൊക്കെ ഭയങ്കര കുറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്നാലും കുറച്ചൊക്കെ ഡിസ്കളറേഷൻസ് ഒക്കെ ഉണ്ടല്ലേ ഇവിടെയൊക്കെ. അപ്പം അത് നമുക്ക് കളർ കറക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് കളർ കറക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. കളർ കറക്റ്റ് ചെയ്യാൻ ഞാൻ പണ്ടും കാണിച്ചിട്ടുള്ള സാധനം തന്നെ. അപ്പം ഈ ഒരു പാലറ്റ്, ഇത് ഷോപ്പ് ആരലിൻ്റെ കൺസീലർ പാലറ്റ് ആണ്. എക്സ്പെൻസ് 4000 rupees ആണ്. ഞാൻ മേക്കപ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈം അവിടെ അക്കാഡമിയിൽ നമുക്ക് സജസ്റ്റ് ചെയ്ത ഇത് അല്ലെങ്കിൽ മാക്കിൻ്റെ പാലറ്റ് ആയിരുന്നു. മാക്കിൻ്റെ പാലറ്റിനെയും കാട്ടി കൂടുതൽ ഷെയ്ഡ്സ് ഇതിനകത്തുള്ളതുകൊണ്ട് രണ്ടും സെയിം റേറ്റ് ആയിരുന്നു. അപ്പം കൂടുതൽ ഷെയ്ഡ്സ് ഇതിനകത്തുള്ളതുകൊണ്ട് ഇത് വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ചൂടെടുക്കുന്നു, ഭയങ്കര ഹെവി ആയിട്ട് തോന്നും കേട്ടോ സ്കിന്നിൽ. നിങ്ങൾ ഇതൊന്നും അപ്ലൈ ചെയ്യരുത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഞാൻ എപ്പോഴും കളർ കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു 3 shades ഡാർക്ക് ഷെയ്ഡാണ്. എൻ്റെ സ്കിന്നിനെക്കാട്ടി 3 shades ഡാർക്കർ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ ഇതും മിക്സ് ചെയ്ത് യൂസ് ചെയ്യും. ഇപ്പം എനിക്ക് വലിയ പിഗ്മെൻറ്റേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഇതിനകത്തൊരു യെല്ലോ, ഒരു വാം അണ്ടർടോൺ വരുന്നുണ്ട്. അപ്പം കളർ കറക്ഷനും നല്ലതായിരിക്കും. അപ്പം ആ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാം. ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെയൊക്കെയുള്ള ഡിസ്കളറേഷൻസിൻ്റെ മുകളിലൊക്കെ ആ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്തു. ഓയിൽ യൂസ് ചെയ്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഫിംഗർ വെച്ചിട്ട് ടാപ്പ് ചെയ്യാൻ പോവാ. ഇത് നിങ്ങൾ നല്ലപോലെ പ്രൈം ചെയ്യാതെ ഈ ഒരു കൺസീലർ യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ഏത് പോട്ട് കൺസീലർ യൂസ് ചെയ്താലും ക്രീസ് ആവും. ഐ ഏരിയയുടെ അവിടെയൊക്കെ ഡാർക്ക് സർക്കിളൊക്കെ കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുമ്പം നല്ലപോലെ പ്രൈം ചെയ്തിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെയൊക്കെ ക്രീസ് ആവും. പിന്നെ ഭയങ്കര പാച്ചി ആയിട്ട് തോന്നും. നിങ്ങളുടെ ഹോൾ ബേസ് തന്നെ അത് ചീത്തയാക്കും. സോ നല്ലപോലെ പ്രൈം ചെയ്തിട്ട് കളർ കറക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കൈ വെച്ചിട്ട് തന്നെ, ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ നോക്കാം. അപ്പം അത് അവിടെ നിന്ന് സ്ലിപ്പ് ആവൂല.
ഞാൻ ഒരു നോ മേക്കപ്പ് കൈൻഡ് ഓഫ് ലുക്കാണ് പോകുന്നത്. ബിക്കോസ് എൻ്റെ ഫേസ് ഫുൾ കവറേജ് മേക്കപ്പ് അല്ലെങ്കിൽ ഹെവി മേക്കപ്പ് ഒന്നും എൻ്റെ ഫേസ് ചേരൂല. സോ ഞാൻ ഒരു നോ മേക്കപ്പ് കൈൻഡ് ഓഫ് ബട്ട് കുറച്ചൊരു ഗ്ലാം മേക്കപ്പ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് ലെറ്റ് സീ എവിടെ വരെ പോകുമെന്ന്. ബാക്കി എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ചെറിയൊരു എന്തോ ഒരു കവറായി അല്ലേ. ഇനി നെക്സ്റ്റ് ഫൗണ്ടേഷൻ. സോ ഫൗണ്ടേഷൻ എൻ്റെ കയ്യിലുള്ളത് സെഫോറയുടെ ഫൗണ്ടേഷൻ ആണ്. അത് ഞാൻ പല വീഡിയോസിലും യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലല്ലാതെ വേറെ ഹൈ എൻഡ് ഫൗണ്ടേഷൻ ഒന്നുമില്ല. എൻ്റെ കയ്യിലുള്ളത് സെഫോറയുടെ ഈ ബെസ്റ്റ് സ്കിൻ എവർ ഗ്ലോ ഈ ഒരു ഫൗണ്ടേഷൻ ആണ്. ഇത് കുറച്ച് ഓക്സിഡൈസ്ഡ് ആവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ഷെയ്ഡ് ലൈറ്റ് വാങ്ങുക. എൻ്റെ ഫേസിൽ അങ്ങനെ ഫൗണ്ടേഷൻ ഒന്നും ഓക്സിഡൈസ്ഡ് ആവാറില്ല, പക്ഷേ ഈ ഒരു ഫൗണ്ടേഷൻ ഓക്സിഡൈസ്ഡ് ആവാറുണ്ട്. സോ നോർമലി ഓക്സിഡൈസ്ഡ് ആവുന്നവർക്ക് ഇത് ഓക്സിഡൈസ്ഡ് ആവും. സോ നിങ്ങൾ എപ്പോഴും പറ്റുമെങ്കിൽ 1 ഷെയ്ഡ് ലൈറ്റർ വാങ്ങുക. അപ്പോൾ ഓക്സിഡൈസ്ഡ് ആയി കഴിയുമ്പോൾ നിങ്ങളെ കറക്റ്റ് ഇതാവും. അല്ലെങ്കിൽ കൺസീലറൊക്കെ വെച്ചിത് ചെയ്യുമ്പോൾ നമുക്കത് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പറ്റുമെങ്കിൽ നിങ്ങൾ 1 ഷെയ്ഡ് ഇത് വാങ്ങുവാണെങ്കിൽ നിങ്ങൾ 1 ഷെയ്ഡ് ലൈറ്റർ വാങ്ങുക. ഞാനിങ്ങനെ ഡാബ് മോഷനിലാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താഴെ കളർ കറക്റ്റ് ചെയ്തത് സ്ലിപ്പ് ആവൂല. ആൻഡ് ഫൗണ്ടേഷൻ ഒരു ചെറിയ കവറേജും കിട്ടും. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാം. ബട്ട് ഇങ്ങനത്തെ ഒരു ബ്രഷ്, ഫൗണ്ടേഷൻ ബ്രഷ്, കബൂക്കി ബ്രഷ്, ഇങ്ങനത്തെ എന്തെങ്കിലും ഡെൻസ് ബ്രഷ് യൂസ് ചെയ്യുമ്പം കുറച്ച് കവറേജ് കിട്ടും. അല്ലെങ്കിൽ ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മോഷനിൽ പോകാം. പക്ഷെ അത് കുറച്ച് ബ്രഷിൻ്റെ പാടൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. സോ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യാം. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് യൂസിങ് എ ബ്യൂട്ടി ബ്ലെൻഡർ. അതാകുമ്പോൾ ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ അല്ലെങ്കിൽ ഫിംഗേഴ്സ് യൂസ് ചെയ്താലും മതി. ബ്യൂട്ടി ബ്ലെൻഡറിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ ഫിംഗേഴ്സ് യൂസ് ചെയ്താലും മതി. അപ്പം ഞാൻ കുറച്ച് ഇവിടെയൊക്കെ ഒന്നും കൂടി ഒരു ചെറിയ കവറേജ് കിട്ടാൻ ഒരു ലെയറും കൂടി ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തു. ഭയങ്കര സീംലെസ് ആയിട്ട് സ്കിൻ ലൈക്ക് ബട്ട് കവറേജും കിട്ടി. അപ്പം ഇങ്ങനെ നിങ്ങളെപ്പോഴും മേക്കപ്പ് ബ്ലെൻഡ് ചെയ്യുക. ഇനി നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. കൺസീലറിന് എൻ്റെ കയ്യിലുള്ള ഓപ്ഷൻ ടാർട്ടിൻ്റെ കൺസീലറാണ്. അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഓൾമോസ്റ്റ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കൺസീലറാണ് ടാർട്ടിൻ്റെ കൺസീലർ. സോ ഓൾമോസ്റ്റ് കവർ ലൈക്ക് നമ്മൾ കളർ കറക്റ്റ് ഒക്കെ ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ ജസ്റ്റ് ഒരു ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഒരു ഡോട്ട്, ഇവിടെ ഒരു ഡോട്ട്. ഫേസ് ഒന്ന് ലിഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇത് ഇവിടെയും ഇങ്ങനെ നിങ്ങൾ ബ്ലെൻഡ് ആക്കുമ്പോഴും ഇങ്ങനെ തന്നെ ബ്ലെൻഡ് ആക്കും. ഫേസ് ഇൻസ്റ്റൻ്റ്ലി ഒന്ന് ലിഫ്റ്റ് ആയത് കണ്ടോ? അപ്പം ഈ ഹാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതെൻ്റെ ഫേവറേറ്റ് ഹാക്കാണ്. സോ നമ്മുടെ ഓൾമോസ്റ്റ് ലൈക്ക് ബേസ് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ ആ ഒരു വാംത്ത് ഇല്ല, ആ ഒരു കളറില്ല. നമുക്ക് എല്ലാം ഒരു പെയിൽ ലൈക്ക് എല്ലാം ഒറ്റ ഷെയ്ഡായിപ്പോയി. അപ്പം നമുക്ക് കുറച്ചൊരു ലൈവ്ലി ലുക്ക് വരാൻ വേണ്ടിയിട്ട് ബ്ലഷും കോൺടോറും ചെയ്യാം. സോ ഫസ്റ്റ് എനിക്ക് ക്രീം പ്രോഡക്ട്സ് അപ്ലൈ ചെയ്തിട്ട് പിന്നെ പൗഡർ പ്രോഡക്ട്സിലോട്ട് പോകാനാണ് ഇഷ്ടം. സോ നമുക്ക് ആദ്യം ബ്ലഷ് അപ്ലൈ ചെയ്യാം. ബ്ലഷ് എൻ്റെ റീസെൻറ്റ് പർച്ചേസ് തന്നെയാണ്, റെയർ ബ്യൂട്ടീൻ്റെ ഈ ഒരു ബ്ലഷ്. ഞാൻ ഒരു ഷോർട്സ് ചെയ്തിട്ടൊന്ന് ഞാൻ ലിങ്ക് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് പോയി കാണാം. തടാ, സോ ക്യൂട്ട്.
ആക്ച്വലി ഇതിൻ്റെ ഫുൾ സൈസ് പ്രോഡക്റ്റിന് 150 റിയാലും ഇതിന് 90 റിയാലുമാണ്. സോ ഫുൾ സൈസ് പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഒരു ടൈനി എമൗണ്ട് മതി. ഇത് ഭയങ്കര പിഗ്മെൻറ്റഡാ. ആൻഡ് എനിക്ക് എപ്പോഴും ബ്ലഷ് ഇവിടെ അപ്ലൈ ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുത്തു. കയ്യിൽ ചെയ്തിട്ട് അവിടെ നിന്ന് ബ്ലെൻഡ് ചെയ്താൽ മതിയാകും. ബട്ട് ക്യൂട്ട് ലുക്കിംഗ് റൈറ്റ്. ആൻഡ് ഞാൻ സെയിം ബ്രഷ് തന്നെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബ്രഷ് ഇത് ഷീനിന്ന് ഞാൻ ഒരു നോർമൽ ലൈക്ക് പണ്ട് ഷീനിൽ നിന്ന് ഭയങ്കര ലൈക്ക് 300 400 അങ്ങനെ ഈ ഒരു സെറ്റ് കിട്ടി. ആൻഡ് ഇതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഷീൻ നിങ്ങൾക്ക് അറിയാമല്ലോ, എത്ര നാളെ മുമ്പ് ഷീൻ ഇന്ത്യയിൽ നിന്ന് നിർത്തിപ്പോയത്. ഐ തിങ്ക് 4 years ആയി. കോവിഡിൻ്റെ ടൈം ആയിരുന്നില്ലേ. ആൻഡ് ഇതിനെ 4 years ആയിട്ട് യൂസ് ചെയ്യുക. ഇപ്പോഴും ഇത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പം അപ്വേർഡ്സ് നമുക്കൊരു ലിഫ്റ്റഡ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചും കൂടി ഒരു ബ്ലഷ് ലുക്ക് വേണം. സോ ഒരു ഡോട്ടും കൂടി. ഈ ഷെയ്ഡ് ജോയ് ആണ്. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് പെർഫെക്റ്റ് ഫോർ സമ്മേഴ്സ്. സമ്മറി മേക്കപ്പ് ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഷെയ്ഡ് ലൈക്ക് പോപ്പ് ഒരു കോറലി warm ഒരു pop of orange. This looks really nice on me. നമുക്ക് ഒന്ന് ചിസിൽ ലുക്ക് ആക്കാൻ വേണ്ടിയിട്ട് കോൺടോർ ചെയ്യാം. കോൺടോറിൻ്റെ ഉള്ള ഓപ്ഷൻ ഹുഡ ബ്യൂട്ടീൻ്റെ കോൺടോർ മറ്റേ ടബാണ്. സോ ഇതാണ് ഹുഡ ബ്യൂട്ടീൻ്റെ ക്രീം കോൺടോർ ആൻഡ് ബ്രോൺസർ. 2 in 1 ആണ്. കോൺടോർ ആൻഡ് ബ്രോൺസർ ക്രീം. സോ ഒരു വാംത്ത് കൊടുക്കാനായിട്ട് ആക്ച്വലി ഞാൻ ലൈക്ക് ഡാർക്കസ്റ്റ് ഷെയ്ഡാണ് ഞാൻ മേടിച്ചത്. വേണ്ടായിരുന്നു, മീഡിയം ഷെയ്ഡ് വാങ്ങിച്ചാൽ മതിയായിരുന്നു. ബട്ട് ഒരു ഭയങ്കര ചിസിൽഡ് ലുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇത് ട്രൈ ചെയ്യാം. ഈ സെയിം ഞാൻ ഇവിടെ ഒരു വെറ്റ് വൈപ്സ് വെച്ചിട്ടുണ്ട്. അപ്പം ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആ വെറ്റ് വൈപ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്വേൾ ചെയ്തെടുത്തിട്ടാണ് അടുത്ത പ്രോഡക്റ്റിൽ ഞാൻ ഡിപ്പ് ചെയ്യുന്നത്. സോ ആൻഡ് ഈ പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ വേറെ ആയിട്ട് ഷെയർ ചെയ്യാറില്ല. സോ ഐ ഡോണ്ട് മൈൻഡ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ടാപ്പ് ടാപ്പ്. ഫസ്റ്റ് ഇവിടെ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പിന്നെ താഴോട്ട് വരാം. കൂടിപ്പോയി. പിന്നെ എനിക്ക് നാരോ ഫോർഹെഡ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ ആൻഡ് ഇവിടെ ബാക്കി വന്ന് ഇവിടെ ആൻഡ് ഡബിൾ ചിൻ കവർ ചെയ്യാനായിട്ട് ഇവിടെ കൂടി ബ്ലഷ് അപ്ലൈ ചെയ്യേണ്ടി വരും. ബ്ലഷ് ഫുള്ള് പോയി. ബട്ട് നോ ഇഷ്യൂസ്. നമുക്ക് മേക്കപ്പിൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. സോ യു ഡോണ്ട് നീഡ് ടു വറി. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റാൻ നിങ്ങൾക്ക് ഇതേപോലെ റീഡു ചെയ്യാനേ ഉള്ളൂ. സോ അതാ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ക്രീം പ്രോഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെയൊക്കെ പറ്റുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബിക്കോസ് എല്ലാം ക്രീം സംഭവമല്ലേ, അപ്പം ഈസി ആയിട്ട് ബ്ലെൻഡ് ആവും. സോ ഞാൻ കയ്യിൽ കുറച്ചെടുത്തിട്ട് ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ക്രീം പ്രോഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യൂ. ഇനി എനിക്ക് കുറച്ച് ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലിക്വിഡ് ഹൈലൈറ്റർ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള ലിക്വിഡ് ഹൈലൈറ്റർ ഇതാണ്, കവർ എഫ്എക്സിൻ്റെ ഇത്. ഞാൻ അത് കയ്യിൽ ജസ്റ്റ് എടുത്തിട്ട് 2 drops ഇവിടെ 2 drops ഇവിടെ. ഒരു കുറച്ചൊരു ഗ്ലോയി ലുക്ക്. ഓൾറെഡി ഗ്ലോ ഉണ്ട്, ബട്ട് നമ്മൾ ഇനി സെറ്റ് ചെയ്ത് പൗഡർ പ്രോഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പം ഈ ഗ്ലോ ലോസ് ആവും. സോ നോസ് ഞാൻ കോൺടോർ ചെയ്തില്ല.
എനിക്ക് നോസ് കോണ്ടോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഒരു സ്ലിം ലുക്ക് കിട്ടാൻ വേണ്ടി എൻ്റെ നോസ് കുറച്ച് ബൾക്കിയാണ്. ഐ ഡോണ്ട് ലൈക്ക്. സോ കുറച്ചൊന്ന് സ്ലിം ആക്കാം. എക്സ്ട്രാ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബ്രിഡ്ജ് ഓഫ് ദി നോസ് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ട് എൻ്റെ നോസ് ഭയങ്കര സ്ലിം ആയതുകൊണ്ട് സോ ദിസ് ഈസ് വാട്ട് ഐ ലൈക്ക്. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ നോസ് ഭയങ്കര എൻ്റെ ഫേസിന് ചേരാറുണ്ടെന്ന് നോസ് കോണ്ടോർ ചെയ്യുന്നത്. അപ്പോൾ ക്രീം പ്രോഡക്ട്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഹൈ എൻഡ് കോമ്പാക്റ്റോ ഹൈ എൻഡ് ട്രാൻസ്ലൂസൻറ്റ് പൗഡർ അതൊന്നുമില്ല. നമ്മൾ എൻ്റെ കയ്യിൽ സെറ്റിംഗ് സ്പ്രേ ഉണ്ട്. നമ്മൾ അത് മാത്രം യൂസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിലുള്ളത് അനസ്താസിയയുടെ ഈ ഒരു ഡ്യൂയി സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് എൻ്റെ കയ്യിൽ 2 ബോട്ടിലുണ്ട്. കാരണം സെഫോറയിൽ ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിത് 2 എണ്ണം വാങ്ങിച്ചു. എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്. സ്പ്രേ ചെയ്യാം. ഒന്ന് ഡ്രൈ ആയിട്ട് ഞാനിപ്പോൾ വരാം കേട്ടോ. സോ ബേസ് മേക്കപ്പ് കഴിഞ്ഞു. നമ്മളെല്ലാം ക്രീം പ്രോഡക്ട്സ് അപ്ലൈ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഐ മേക്കപ്പിലോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് സെറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന അനസ്താസിയയുടെ ഈ ഒരു മിനി ബ്രൗ പെൻസിലാണ്. എന്നിട്ട് പറഞ്ഞില്ലേ 2 അനസ്താസിയയുടെ ഇത് വാങ്ങിച്ചിരുന്നു സെറ്റിംഗ് സ്പ്രേ. അത് ഓഫറിലുണ്ടായിരുന്നു. 2 പ്രോഡക്ട്സ് എന്തോ വാങ്ങിച്ചാൽ ലൈക്ക് മിനി ബ്രൗ പെൻസിൽ ഫ്രീ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും സ്റ്റോക്ക് ചെയ്തു. ആൻഡ് ഞാൻ വേറെ ഒന്നും എൻ്റെ ബ്രൗസിൽ ചെയ്യാറില്ല ബിക്കോസ് ഐ ഹാവ് ബുഷി ബ്രൗസ്. സോ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മിനി പെൻസിലാണെങ്കിലും ഒരു സൈഡ് സ്പൂളി ആൻഡ് ഒരു സൈഡ് പെൻസിൽ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിനി സൈസ് പ്രോഡക്റ്റ് ആണ്. എനിക്ക് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് സെറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ ആ ഒരു ലുക്ക് തന്നെ ചേഞ്ച് ആയി. കുറച്ചൊന്ന് നീറ്റ് ലുക്ക് വന്നു. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. അപ്പം ഐ ഷാഡോ പാലറ്റ് എൻ്റെ ആക്ച്വലി കുറച്ച് 2-3 പാലറ്റ്സ് ഉണ്ട് ഹൈ എൻഡിൽ വരുന്നത്. എൻ്റെ കയ്യിൽ ഹുഡ ബ്യൂട്ടീൻ്റെ ഈ ഒരു ഞാനത് കുറേ വീഡിയോസിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എംപവേർഡ് പാലറ്റ് ജാക്ലിൻ ഹിൽ മോർഫിയുടെ ജാക്ലിൻ ഹിൽ വോളിയം 2. ആൻഡ് ഇതെൻ്റെ ഫസ്റ്റ് മേക്കപ്പ് ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹൈ എൻഡ് ഐ ഷാഡോ പാലറ്റ് ആണ്. ആ ഒരു ടൈം കളർഫുൾ ഐ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു പാലറ്റ്. ഇതിനകത്ത് കുറേ കളർഫുൾ ഷെയ്ഡ്സ് ഉണ്ട്. ഇതിന് ഞാനൊരു റിവ്യൂ ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ചാനലിൽ തന്നെ. ഞാൻ അതും ലിങ്ക് ചെയ്യാം. അതിൽ പേർപ്പിൾസ് ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വോളിയം 2 വാങ്ങിച്ചത്. ആ വോളിയം 1ൽ എനിക്ക് വോളിയം 1 ആണോ 3 ആണോ ഇത് ഗ്രീൻസ് ആ കൂടുതൽ. എൻ്റെ കയ്യിൽ ഇതിനകത്ത് ഗ്രീൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിൽ പേർപ്പിൾ അധികം ഇല്ല. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചു. പിന്നെ ഒരു ന്യൂഡ് പാലറ്റ് ലൈക്ക് എവറി ഡേ യൂസിനും. പിന്നെ ഇത് വാങ്ങിക്കാൻ കാരണം ഒന്ന് ബ്യൂട്ടിൻ്റെ പാലറ്റ് എനിക്ക് വേണമായിരുന്നു. പാക്കേജിങ് നല്ല എന്ത് ലക്ഷറിയസ് ആണല്ലോ ഇത്. പക്ഷെ ഇത് താഴെ വീണ പൊട്ടിപ്പോവും. എൻ്റെ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ബ്യൂട്ടി നല്ല എക്സൈറ്റഡ് ആയിട്ട് വന്നപ്പോൾ തന്നെ വീണ് പൊട്ടി. ഈ 2 ഷെയ്ഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായിരുന്നു. ബട്ട് ഭാഗ്യത്തിന് വേറെ ഒന്നും പറ്റില്ല. എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. വലിയ പ്രശ്നമില്ല. ഞാൻ ഇതുവരെ ഇതിൻ്റെ ഇത് ഇളക്കിയിട്ടില്ല. പ്ലാസ്റ്റിക്. അതാണ് ഞാൻ ഇതിൻ്റെ ബ്യൂട്ടി കാണുന്നത്. ഈ ഷെയ്ഡും ജെൽ ലൈനേഴ്സാണ്. ബ്യൂട്ടിഫുൾ ഷിമർ ഷെയ്ഡ്സ് ഉണ്ട്, മാറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. എവറിഡേ ലുക്കിനാണെങ്കിലും പാർട്ടി ലുക്കിനാണെങ്കിലും ഒക്കെ എല്ലാത്തിനും വേണ്ടിയുള്ള നിങ്ങൾക്ക് ഒറ്റ പാലറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഒരു നല്ല പാലറ്റ് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പാലറ്റ് വേണമെങ്കിൽ ഹുഡ ബ്യൂട്ടിൻ്റെ ഏത് പാലറ്റ് വേണമെങ്കിലും യൂസ് ചെയ്തോ. എല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ്. സോ നമ്മൾ ഇന്നും ഇത് തന്നെ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് പാലറ്റ്. ഇത് കൈ പിടിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു വേറെ ഫീൽ. സ്മോക്കി ബ്രൗൺ ലുക്ക് ചെയ്യാം. സോ അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് ബ്രൗൺ ലുക്ക് ചെയ്യാം. സ്മോക്കി ബ്രൗൺ ലുക്ക് ചെയ്യാം. അപ്പം
ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് കോൺഫിഡൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാം. അതുപോലെ ഒരു ബ്രഷിൽ കോൺഫിഡൻറ്റ് എടുത്തു. ആൻഡ് ജസ്റ്റ് ഞാൻ വേറെ പ്രൈം ഒന്നും ചെയ്യുന്നില്ല എൻ്റെ ഐസിൽ. ജസ്റ്റ് അതൊന്ന് കൈവച്ച് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ലിഡ്സിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഒരു ക്ലീൻ ബ്രഷ് വെച്ചിട്ട് ഇനി ഈ പവർ എന്ന് പറയുന്ന ഈ ഒരു ബേജിഷ് ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഷിമ്മേഴ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഈ ഒരു ഷെയ്ഡ് ബോൾഡ് മൂവ്സ് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ഇറ്റ് വേണ്ട, നമുക്ക് ഡു ഇറ്റ് യൂസ് ചെയ്യാം. ഈ ഒരു ഷാംപെയിൻ ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാം. ഡു ഇറ്റ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ആ ഒരു കുറച്ചൊരു ആ ഷിമ്മറി ലുക്ക് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഇത് വലിയ ക്യാച്ച് ആവില്ല കേട്ടോ. ദിസ് ലുക്സ് റിയലി ബ്യൂട്ടിഫുൾ. ഫോൾ ഔട്ട് ഉണ്ട്, ചെറുതായിട്ട് ഫോൾ ഔട്ട് ഉണ്ട്. യൂഷ്വലി ഞാൻ ഫസ്റ്റ് ഐ മേക്കപ്പ് ചെയ്തിട്ടാണ് ബേസ് ചെയ്യുന്നത്. ബട്ട് ഇന്ന് ഫസ്റ്റ് ബേസ് ചെയ്തു. ഞാൻ ഓർത്തില്ല ഫോൾ ഔട്ടിൻ്റെ കാര്യം. ഇത് ഈ ഷിമ്മർ ഷെയ്ഡ്സിന് കുറച്ച് ഫോൾ ഔട്ട് ഉണ്ട്, കുറച്ച്, കുഴപ്പമില്ല, വലുതായിട്ടില്ല. കുറച്ച് കെയർഫുള്ളായിട്ട് വർക്ക് ചെയ്താൽ മതി. ക്യാമറയിൽ ഇത് എത്രത്തോളം ക്യാപ്ചർ ചെയ്തെന്ന് എനിക്കറിയത്തില്ല, ബട്ട് റിയൽ ലൈഫ് ഇറ്റ്സ് ലുക്കിംഗ് ഗോർജിയസ്. ഇനി നമുക്ക് ഈ ബ്ലാക്ക് ലൈനർ യൂസ് ചെയ്യാം. ഞാൻ ഈ അറബ്സ് യൂസ് ചെയ്യുന്ന പോലെ ഇതുവരെ ഇന്നർ കോർണറിൽ ഞാൻ ഇതുവരെ ലൈനർ ഡ്രാഗ് ചെയ്തിട്ടില്ല. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പ്രശ്നം ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ളൂ. ഇതിന് ഈ പാലറ്റിൽ ഒരു ബ്ലാക്ക് മാറ്റ് ഐ ഷാഡോ കൂടി അവർക്ക് തരായിരുന്നു. ബിക്കോസ് സെറ്റ് ചെയ്യാൻ ഇത് കുറച്ച് സ്മഡ്ജ് ആവും. സോ ഒരു ബ്ലാക്ക് ഐ ഷാഡോ അവർക്ക് സെറ്റ് ചെയ്യാൻ തരാമായിരുന്നു. ദാറ്റ്സ് ഓക്കെ. നമുക്ക് വേറെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ബ്ലാക്ക് ഔട്ട്ലെറ്റ് ബ്ലാക്ക് ഐ ഷാഡോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. സോ അതിൻ്റെ മോർഫിയുടെ ഈ പാലറ്റിൽ ബ്ലാക്കിൽ കുറച്ച് ഷിമ്മേഴ്സ് ഉണ്ട്, ബട്ട് കുഴപ്പമില്ല, ഇത്ര മാറ്റ് അല്ല, ബട്ട് കുഴപ്പമില്ല. നമുക്കത് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. കൺസീലർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. മസ്കാര അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ലാഷ് ഒന്ന് കേൾ ചെയ്യാം ഫസ്റ്റ്. കാരണം എനിക്ക് ലോങ് ലാഷസ് ആണെങ്കിലും എപ്പോഴും ഇങ്ങനെ കിടക്കുന്നത്. അതിനൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാഷ് കേളർ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഫേക്ക് ലാഷസിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് നാച്ചുറലി ലോങ് ലാഷസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് മസ്കാര അപ്ലൈ ചെയ്താൽ, ഞാൻ ലാഷ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബിക്കോസ് എനിക്ക് ഭയങ്കര ലാഷിൻ്റെ ഇവിടെ ഭയങ്കര ഇറിറ്റേഷൻ വരും. സോ അതുകൊണ്ട് ഞാൻ ഫാൾസ് ലാഷസ് യൂസ് ചെയ്യാറില്ല.
ലൈക്ക് ഞാൻ ബ്രൈഡ് ആയിരുന്നപ്പോഴും ഞാൻ ഫോൾസ് ലാഷസ് യൂസ് ചെയ്തിട്ടില്ല, ബിക്കോസ് എനിക്ക് ഇതിനെക്കാട്ടും നല്ല ലാഷ് ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം പോയി. സോ ടാർട്ടിൻ്റെ ഈ ബിഗ് ഈഗോ മസ്കാര, ഇത് വാട്ടർ പ്രൂഫ് അല്ല, സോ ഒരു ഡെയിലി വെയറിനൊക്കെ പറ്റിയ നല്ലൊരു മസ്കാര കേട്ടോ ഇത്. ഇനി നമുക്ക് പൗഡർ ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഈ ഒരു വിന്റർ ബെയർ എന്നാണ് ഇതിൻ്റെ പേര്. കൈലിയുടെ ഈ ഒരു ബ്ലഷ്, കൈലിയുടെ ബ്ലഷ്, കൈലി ബ്ലഷ് കണ്ടോ, ഈ ഒരു പിങ്ക് ഷെയ്ഡാണ്. സോ ബട്ട് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, സോ അത് വെച്ച് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ബിക്കോസ് എനിക്ക് ഇവിടെ ഭയങ്കര ഓയിലി പോലെ തോന്നുന്നു. ഇത് വലിയ പിഗ്മെൻറ്റഡ് ഒന്നും അല്ല കേട്ടോ. 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്താലേ അത് പ്രോമിനൻ്റ് ആയിട്ട് കാണുള്ളൂ. ഞാൻ ഈ ഇന്നർ കോർണേഴ്സിൽ ഡ്രോ ചെയ്യണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഡാർക്കിഷ് ആയിട്ട് തോന്നുന്നു. ബട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ അഡ്ജസ്റ്റ് ആവുമെന്ന് നോക്കാം, അല്ലെങ്കിൽ അത് റിമൂവ് ആക്കി കളയാം. നൗ ഹൈലൈറ്റർ, ലൈക്ക് പൗഡർ ഹൈലൈറ്റർ. എൻ്റെ ഈ ബെനഫിറ്റിൻ്റെ ഇതും ഞാൻ കുറേ ലൈക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. പൗഡർ ഹൈലൈറ്റ് ആണെങ്കിലും ഭയങ്കര ലൈക്ക് നമുക്ക് ടെക്സ്ചറൊക്കെ ഉള്ളത് എടുത്ത് കാണിക്കത്തില്ല. ഒരു ബാം കൺസിസ്റ്റൻസി, ലൈക്ക് പൗഡറി അല്ല. പൗഡർ ഹൈലൈറ്റർ ആണെങ്കിൽ പൗഡറി അല്ല. അപ്പം ഡെയിലി വെയറിനൊക്കെ പറ്റിയ ഒരു ഹൈലൈറ്റ് ആണ് ബെനിഫിറ്റിൻ്റെ ഈ ഒരു. ഞാൻ പൗഡർ ഹൈലൈറ്റേഴ്സിൻ്റെ ഫാൻ അല്ല, കാരണം എനിക്ക് ടെക്സ്ചേഴ്സ് ഒക്കെ ഇവിടെ ഉള്ളത് ഭയങ്കര ഇങ്ങനെ എടുത്ത് കാണിക്കും. ബട്ട് ഇത് ആ ഒരു ഷീൻ, ഒരു ചെറിയൊരു ഗ്ലോ തരും, വിച്ച് ഐ ലൈക്ക്. ആൻഡ് ഈ നോസിൻ്റെ ഇവിടെയും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. സോ ഇതാണ് ലിപ്സ്റ്റിക്, കൈലിൻ്റെ ലിപ്സ്റ്റിക്. ഇത് ചെറിയ ക്യാപ്സ്യൂളും ഒരു ആപ്ലിക്കേറ്ററും ഉണ്ട്. ഇത് ആക്ച്വലി കുറച്ച് ലീക്കായിട്ടുണ്ട് കേട്ടോ പുറത്ത്. ഇവിടുന്ന് കുറച്ച് പ്രോഡക്റ്റ് ലീക്കായിട്ടുണ്ട്. ആൻഡ് നമുക്കിത് പൊട്ടിക്കാം. അപ്പം ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നത് മിനി സൈസ് നമ്മൾ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ഒക്കെ ലൈക്ക് ലിപ്സ്റ്റിക്സ് വാങ്ങത്തില്ലേ, അത്ര ക്വാണ്ടിറ്റി തന്നെ ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് കുറച്ചൊന്ന് എടുത്തിട്ട്, ഇത്ര ന്യൂഡ് ഷെയ്ഡാണ്. പറഞ്ഞില്ല എനിക്ക് ഇത് വാഷ് ഔട്ട് ആവുന്നു. ഇത് അപ്പം തന്നെ ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വർക്കാണ്. അപ്പോൾ അതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ലുക്കാണ് ക്രിയേറ്റ് ചെയ്തത്. എനിക്ക് ഈ ലിപ്സ്റ്റിക് വന്നിട്ട് എന്തോ പോലെ തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് മാറ്റി എൻ്റെ ഇന്നർ കോർണേഴ്സ് ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഞാൻ ഇപ്പം വരാം. ദിസ് ലുക്സ് മച്ച് ബെറ്റർ. ഞാൻ ലിപ് ഷെയ്ഡും ചേഞ്ച് ചെയ്തു. അതിൻ്റെ മുകളിൽ എൻ്റെ നൈക്കയുടെ മദ്രാസ് കാപ്പി അപ്ലൈ ചെയ്തു. പിന്നെ ഒന്ന് സെറ്റ് ചെയ്തു, കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു ടീസോൺ, പിന്നെ അണ്ടർ ഐസിൽ. പിന്നെ ഒരു പൗഡർ ബ്രോൺസറും യൂസ് ചെയ്തു. ആൻഡ് ദിസ് ലുക്സ് മച്ച് ബെറ്റർ. അപ്പോൾ നമ്മുടെ കയ്യിൽ 2-3 പ്രോഡക്റ്റ്സ് മിസ്സായാൽ ഇതാണ് പ്രശ്നം. ആൻഡ് നൗ ഐ എം ആക്ച്വലി ലൈക്കിങ് മൈ മേക്കപ്പ്. പ്രശ്നം പറ്റിയത് നമ്മൾ ആ ഓയിൽ യൂസ് ചെയ്തത് കുറച്ച് കൂടിപ്പോയി, അല്ലെങ്കിൽ കുറച്ച് കൂടി നല്ല അടിപൊളിയായിട്ട് ഇരുന്നേനെ. ഭയങ്കര ഗ്ലോയി ലുക്ക് വന്നു. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒക്കെ മേക്കപ്പ് ലുക്കാണ് എവിടെയെങ്കിലും ഗ്യാതറിങ്സിൽ ഇവൻറ്റ്സിലൊക്കെ പോകുമ്പം ഇതാണ് എൻ്റെ മാക്സിമം ഞാൻ ഗ്ലാം അപ്പ് ചെയ്യുന്ന ലുക്സ്. അല്ലാത്ത ടൈമിൽ ഭയങ്കര സിമ്പിൾ. ആൻഡ് അതാണ് എൻ്റെ ഫേസിന് ചേരുന്നതും. അപ്പം നിങ്ങൾക്ക് നേരത്തെ ലൈക്ക് മൈ ഫേസ് വിത്തൗട്ട് മേക്കപ്പ് ആൻഡ് ഈ മേക്കപ്പ് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായി കാണും. ഓണസ്റ്റ് ഒപ്പീനിയൻ, ഹൈ എൻഡ് മേക്കപ്പ് ആണെങ്കിലും ഡ്രഗ് സ്റ്റോർ മേക്കപ്പ് ആണെങ്കിലും നിങ്ങളുടെ സ്കിൽസിലാണ് ഇരിക്കുന്നത്. എത്ര വലിയ ലൈക്ക് ഫൗണ്ടേഷൻ മേടിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയും വിലയുള്ള ഫൗണ്ടേഷൻ മേടിച്ചിട്ട് കാര്യമില്ല. സോ നിങ്ങൾക്ക് കയ്യിൽ എത്ര പൈസ ഉണ്ടോ അതിനനുസരിച്ച് ക്വാളിറ്റി മേക്കപ്പ് പ്രോഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കൗണ്ടർഫിറ്റ് പ്രോഡക്ട്സ് ഒരിക്കലും വാങ്ങരുത്, ലൈക്ക് ഫേക്ക് പ്രോഡക്ട്സ്. മേടിക്കുകയാണെങ്കിൽ ഒറിജിനൽ തന്നെ വാങ്ങുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് വാച്ചിങ് ദിസ്. അപ്പോൾ ഹൈ എൻഡ് മേക്കപ്പിൻ്റെ റിവ്യൂ പറയാനാണെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് ആ ഒരു
നമ്മൾ പൈസ കൊടുക്കുന്നതിൻ്റെ ആ ഒരു വാല്യൂ അതിനകത്തുണ്ട്. ലൈക്ക് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് അതിനകത്ത് കാണാനുണ്ട്. അതർവൈസ് നിങ്ങളുടെ കയ്യിൽ ഡ്രഗ് സ്റ്റോർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് വെച്ചിട്ടാണെങ്കിലും വർക്ക് ചെയ്യാം. മേക്കപ്പ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ മേക്കപ്പ് തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് വാച്ചിങ് ദിസ്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇതുവരെ കണ്ടിഷ്ടമായെങ്കിൽ ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. I can't really help this shit. I'm so hyper vigilant. I admit it, I'm taking score. Just to throw it in your face. Don't know why I do these things. Don't wanna be me anymore. Wait until you find